എൻ്റെ മലയാളം അമ്മ മലയാളം ചാനലിലേക്ക് സ്വാഗതം. സെറ്റ്, നെറ്റ്, കേടെക്, PSC തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കുന്ന വീഡിയോ പരമ്പരകളിലെ ആദ്യ വീഡിയോ ആണിത്. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയ വീഡിയോ പരമ്പരകളിൽ ആദ്യത്തേത്. ഇത് മുഴുവനായും കാണാൻ ശ്രമിക്കുക. തുടർന്നുള്ള വീഡിയോയും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താലികെട്ടു കല്യാണം പ്രമേയമാക്കുന്ന ഒരൊറ്റ നോക്ക് എന്ന കഥ എഴുതിയതാരാണ്? മൂർക്കോത്ത് കുമാരൻ്റെ കഥയാണ് ഒരൊറ്റ നോക്ക്. ആദ്യകാല കഥാകൃത്തുക്കളിൽ പ്രമുഖനാണ് മൂർക്കോത്ത് കുമാരൻ. വജ്രസൂചി എന്ന തൂലിക നാമം. അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ്, കുറ്റാന്വേഷണ നോവലാണ് കനകം മൂലം. പുന്നപ്ര വയലാർ സമരം പ്രമേയമാകുന്ന തകഴിയുടെ നോവലേത്? തലയോട്. കുട്ടനാടിൻ ഇതിഹാസകാരൻ, കേരള മോപ്പസാങ് എന്നിങ്ങനെ അറിയപ്പെടുന്ന തകഴി ശിവശങ്കരപിള്ളയുടെ നോവലാണ് തലയോട്. നിദ്രാസഞ്ചാരങ്ങൾ എന്ന കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? സാഹിത്യ വിമർശനം. മുത്തച്ഛൻ്റെ വെൺമഴു എന്ന കവിത എഴുതിയതാരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തു വയ്ക്കേണ്ട മറ്റു ചില വസ്തുതകൾ: തൂലികാനാമം ശ്രീ. അദ്ദേഹത്തിൻ്റെ കവിതകളെ വിശേഷിപ്പിക്കുന്നത് എല്ലുറപ്പുള്ള കവിത, കാച്ചിക്കുറുക്കിയ കവിത എന്നിങ്ങനെയാണ്. MN വിജയനാണ് വൈലോപ്പിള്ളി കവിതകളെ കാച്ചിക്കുറുക്കിയ കവിത എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് കാവ്യലോക സ്മരണകൾ. കരിഞ്ഞ ജന്തുജാലങ്ങൾ, വെണ്ണീർ പാറും മരങ്ങൾ തൻ അസ്ഥി ചെന്നുന്ന കുന്നുകൾ, വിയർപ്പും രക്തവും വറ്റി വിണ്ടുകീറിയ ഭൂമിയിൽ വീണ്ടുമെന്തിന് വന്നു ഞാൻ. NN കക്കാടിൻ്റെ ഏതു കവിതയിലെ വരികളാണിവ? NN കക്കാടിൻ്റെ സൂര്യഗായത്രി എന്ന കവിതയിലെ വരികളാണിവ. കക്കാടിൻ്റെ പ്രധാനപ്പെട്ട കൃതികളും നമുക്കൊന്ന് ഓർത്തുവയ്ക്കാം: നാടൻ ചിന്തകൾ, ശലഭഗീതം, വഴിവെട്ടുന്നവരോട്, ചെറ്റകളുടെ പാട്ട്, സഫലമീ യാത്ര. സഫലമീ യാത്ര എന്ന കവിത ഏറെ ശ്രദ്ധേയമാണ്. പാലിയം ചെപ്പേട് ഏതു ലിപിയിലാണ് എഴുതപ്പെട്ടത്? വട്ടെഴുത്ത് ലിപിയിലാണ് പാലിയം ചെപ്പേട് എഴുതിയിട്ടുള്ളത്. NV കൃഷ്ണവാര്യർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? വള്ളത്തോളിൻ്റെ കാവ്യശില്പം എന്ന കൃതിക്കാണ് NV കൃഷ്ണവാര്യർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരം നീണ്ട കവിതകൾ. ഏറെ ശ്രദ്ധേയമായ കവിതാ സമാഹാരമാണ് ഗാന്ധിയും ഗോഡ്സെയും. മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് വെല്ലുവിളികൾ, പ്രതികരണങ്ങൾ. മലയാള കവിതയ്ക്ക് ഒരു കത്ത് എന്ന കവിത ആരുടേതാണ്? S. ജോസഫിൻ്റെ കവിതയാണ് മലയാള കവിതയ്ക്ക് ഒരു കത്ത്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കവിതയാണ് ഉപ്പൻ്റെ കോവിൽ. പ്രധാനപ്പെട്ട മറ്റു കൃതികളാണ് കറുത്ത കല്ല്, ചന്ദ്രനോടൊപ്പം. ജീവിതപാത ആരുടെ ആത്മകഥയാണ്? ചെറുകാടിൻ്റെ ആത്മകഥയാണ് ജീവിതപാത. ചെറുകാടിൻ്റെ യഥാർത്ഥ നാമധേയം ഗോവിന്ദ പിഷാരടി എന്നാണ്. പ്രധാനപ്പെട്ട കൃതികൾ മണ്ണിൻ്റെ മാറിൽ, ശനിദശ. മലങ്കാടൻ എന്ന പേരിൽ ഹാസ്യ കവിതകളും ചെറുകാട് എഴുതിയിട്ടുണ്ട്.
കബോധ സന്ദേശം എന്ന സന്ദേശകാവ്യത്തിൻ്റെ കർത്താവ് ആരാണ്? കബോധ സന്ദേശം എന്ന സന്ദേശകാവ്യത്തിൻ്റെ കർത്താവ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. വാസുദേവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമധേയം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയെ നമ്മൾ ഓർക്കുന്നത് ഐതിഹ്യമാല എന്ന ഒരു പുസ്തകത്തിലൂടെയാണ്. എങ്കിലും സുഭദ്രഹരണം, മണിപ്രവാളം, കേശവദാസ ചരിതം എന്നിവ അദ്ദേഹത്തിൻ്റെ ഇതര കൃതികളാണ്. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം ആദ്യമായി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? സർ വില്യം ജോൺസാണ് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം ആദ്യമായി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ശക്തിഭദ്രന്റെ ആശ്ചര്യ ചൂടാമണിക്ക് ഗദ്യവിവർത്തനം തയ്യാറാക്കിയത് ആരാണ്? പന്മന രാമചന്ദ്രൻ നായരാണ് ശക്തിഭദ്രന്റെ ആശ്ചര്യ ചൂടാമണിക്ക് ഗദ്യവിവർത്തനം തയ്യാറാക്കിയത്. പുഴ എന്ന കഥാസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ആരാണ്? വെട്ടൂർ രാമൻ നായരാണ് പുഴ എന്ന കഥാസമാഹാരത്തിലൂടെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത്. ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ അദ്ദേഹത്തിൻ്റെ നോവലാണ്. അതുപോലെ തന്നെയാണ് പുരി മുതൽ നാസിക് വരെ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണ കൃതി. ഇത് രണ്ടുമേറെ പ്രാധാന്യമുള്ളതാണ്. ജാതി ചോദിക്കുക എന്ന കഥ എഴുതിയത് ആരാണ്? ജാതി ചോദിക്കുക കെ പി രാമനുണ്ണിയുടെ കൃതിയാണ് ജാതി ചോദിക്കുക. പുരുഷവിലാപം, സൂഫി പറഞ്ഞ കഥ, ജീവിതത്തിൻ്റെ പുസ്തകം, ദൈവത്തിൻ്റെ പുസ്തകം എന്നിവയാണ് കെ പി രാമനുണ്ണിയുടെ ഇതര കൃതികൾ. പ്രിയനന്ദൻ സൂഫി പറഞ്ഞ കഥ ഇതേ പേരിൽ തന്നെ ചലച്ചിത്രാവിഷ്കാരം നടത്തിയിട്ടുണ്ട്. ആദ്യ നോവലാണ് 9 ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് സൂഫി പറഞ്ഞ കഥ. ഞാൻ തനിച്ചായി. ഞാൻ ആ സുഗന്ധം പരത്തുന്ന ചുവന്ന റോസാപ്പൂവ് കയ്യിലെടുത്ത് നോക്കിക്കൊണ്ട് ആ പെരുവഴിയിൽ സ്തബ്ധനായി വളരെ നേരെ നിന്നു. ഏതു കൃതിയിലേതാണ് ഈ വാക്യം? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് നാം മുകളിൽ വായിച്ചത്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ യാ ഇലാഹി എന്ന കൃതിയാണ് മരണാനന്തരം പ്രസിദ്ധീകരിക്കപ്പെട്ട കൃതി. അതോടൊപ്പം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട 2 കൃതികളാണ് ശബ്ദങ്ങൾ, എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നു. ഉപപാഠ പുസ്തകമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരി എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന കൃതി തിരഞ്ഞെടുത്തപ്പോൾ ഏറെ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി പിൻവലിച്ച ഒരു കൃതിയാണ് ബഷീറിൻ്റെ എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന നോവൽ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് ഭാർഗവി നിലയം എന്ന സിനിമയുടെ മൂലകഥ. അത് നീല വെളിച്ചം എന്ന കൃതിയാണ്. സൂര്യവംശം എന്ന ക്രൈം നോവൽ രചിച്ചത് ആരാണ്? മേതിൽ രാധാകൃഷ്ണനാണ് സൂര്യവംശം എന്ന കൃതി രചിച്ചത്. 1970 ഈ നോവൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്, ഭൂമിയെയും മരണത്തെയും കുറിച്ച്. 1991 പ്രസിദ്ധീകരിക്കപ്പെട്ട കൃതിയാണ്. പ്രേമഭാജനം എന്ന നോവൽ രചിച്ചതാര്? കെ സരസ്വതി അമ്മയാണ് പ്രേമഭാജനം എന്ന നോവൽ രചിച്ചത്. കേരളത്തിലെ ഫെമിനിസ്റ്റ് ചിന്തയുടെ മുൻനിരക്കാരിയായി പരിഗണിക്കപ്പെടുന്ന സാഹിത്യകാരിയാണ് കെ സരസ്വതി അമ്മ. ആദ്യ കഥ സീതാഭവനം 1938. അതുപോലെ തന്നെ അവരുടെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് പുരുഷന്മാരില്ലാത്ത ലോകം. 1958 പ്രസിദ്ധീകരിക്കപ്പെടുന്നത്.
ചങ്ങമ്പുഴയുടെ രമണന് ഒരു പ്രതികഥ എഴുതിയിട്ടുണ്ട്, രമണി എന്ന പേരിലാണ്. പ്രധാനപ്പെട്ട ഇതര കൃതികൾ പൊന്നിൻ കുടം നോവൽ, പെൺബുദ്ധി, കനത്ത മതിൽ ഇവ കഥാസമാഹാരങ്ങളുമാണ്. ലേഖനങ്ങൾക്ക് കൊള്ളാവുന്ന ഭാഷാശൈലിയിലാണ് ഉറൂബ് കഥകൾ എഴുതുന്നത് എന്നഭിപ്രായപ്പെട്ടത് ആരാണ്? സാഹിത്യ നിപുണൻ എന്നറിയപ്പെടുന്ന TM ചുമ്മാറാണ് ഉറൂബിൻ്റെ ഭാഷാശൈലിയെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. 1986 കേരള സാഹിത്യ അക്കാദമി ബഹുമതി നേടിയിട്ടുണ്ട് TM ചുമ്മാർ. പ്രശ്നവൽക്കരിക്കുന്ന C. അയ്യപ്പൻ്റെ കഥയേത്? ഭ്രാന്ത് എന്ന കഥയാണ് ദളിത് ജീവിതം പ്രശ്നവൽക്കരിക്കുന്ന C. അയ്യപ്പൻ്റെ കഥ. കൃഷ്ണൻകുട്ടി എന്നാണ് ഭ്രാന്തിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഇതര കൃതികളാണ് ഉച്ചയുറക്കത്തിലെ സ്വപ്നങ്ങൾ, ഞണ്ടുകൾ. കുടുംബജീവിതത്തിലെ താളപ്പിഴകൾ അവതരിപ്പിക്കുന്ന സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കഥയേത്? റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ. അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികളും ഓർത്തുവെക്കണം: ബിരിയാണി, കൊമാല. ചന്ദ്രവളയം എന്ന ലഘു വാദ്യോപകരണം ഉപയോഗിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആലപിച്ചിരുന്ന കാവ്യമേത്? അയ്യമ്പിള്ളി ആശാൻ രചിച്ച രാമകഥാപാട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചന്ദ്രവളയം എന്ന ലഘുവാദ്യോപകരണം ഉപയോഗിച്ച് ആലപിച്ചിരുന്നത്. ആറന്മുളയപ്പൻ്റെ മഹാത്മ്യം പ്രകീർത്തിക്കുന്ന കാവ്യമേത്? ആറന്മുളയപ്പൻ്റെ മഹാത്മ്യം പ്രകീർത്തിക്കുന്ന കാവ്യം തിരുനിഴൽമാല. തിരുനിഴൽമാല കേരള സംസ്കാരത്തെക്കുറിച്ച് പകർന്നു നൽകുന്ന അറിവ് ചെറുതല്ല. ഇതാദ്യമായി സംശോധനം ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയത് ഡോക്ടർ MM പുരുഷോത്തമൻ നായരാണ്. രണ്ടായി മുറിച്ചത് ആരുടെ കവിതാ സമാഹാരമാണ്? PP രാമചന്ദ്രൻ്റെ കവിതാ സമാഹാരമാണ് രണ്ടായി മുറിച്ചത്. ജാതി വിഷയമാകുന്ന അമ്പലക്കുളം എന്ന കവിത രചിച്ചത് ആരാണ്? മഹാകവി ഉള്ളൂരാണ് ജാതി വിഷയമാകുന്ന അമ്പലക്കുളം എന്ന കവിത രചിച്ചത്. ആദ്യ മഹാകാവ്യമായ രാമചന്ദ്രവിലാസം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലാണ്? മലയാളി പത്രത്തിലാണ് അഴകത്ത് പത്മനാഭക്കുറുപ്പ് രചിച്ച ആദ്യ മഹാകാവ്യമായ രാമചന്ദ്രവിലാസം പ്രസിദ്ധീകരിച്ചത്. പാണ്ഡവ ശിബിരങ്ങളിൽ നിന്നുയരുന്ന ആർപ്പുവിളിയും തമ്പേറടിയും ദിഗന്ധങ്ങളിൽ മുഴങ്ങി. ഏത് കൃതിയുടെ പ്രാരംഭത്തിലാണ് ഈ വാക്യം കാണുന്നത്? PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ ഭാഗമാണ് നാം ഇപ്പോൾ കേട്ടത്. അതിൻ്റെ പ്രാരംഭത്തിലാണ് ഈ വാക്യം. ഒരു വിലാപം എന്ന പേരിൽ വിലാപകാവ്യം രചിച്ചവർ ആരെല്ലാം? മലയാള സാഹിത്യത്തിൽ ഒരു വിലാപം എന്ന പേരിൽ 3 പേർ കാവ്യം രചിച്ചിട്ടുണ്ട്. VC ബാലകൃഷ്ണ പണിക്കർ, CS സുബ്രഹ്മണ്യൻ പോറ്റി, മുതുകുളം പാർവതി അമ്മ. പാടുന്ന പിശാച് എന്ന കഥ ആരുടേതാണ്? തായാട്ടു ശങ്കരൻ്റെ കഥയാണ് പാടുന്ന പിശാച്. എന്നാൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഇതേ പേരിൽ കവിത എഴുതിയിട്ടുണ്ട്, പാടുന്ന പിശാച് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കോക സന്ദേശത്തിൽ പരാമർശിക്കുന്ന ചരിത്ര സംഭവം ഏത്? മാമാങ്കമാണ് കോക സന്ദേശത്തിൽ പരാമർശിക്കപ്പെടുന്ന ചരിത്ര സംഭവം. 12 വർഷത്തിലൊരിക്കലാണ് മാമാങ്കം ഭാരതപ്പുഴയുടെ തീരത്ത് അരങ്ങേറിയത്. വള്ളുവ കോനാതിരിയും സാമൂതിരിയും തമ്മിലുള്ള അധികാര പോരാട്ടങ്ങൾക്ക് വേദിയായിരുന്നു മാമാങ്കം.
എൻ കൃഷ്ണപിള്ളയുടെ ഏത് നാടകത്തെയാണ് മലയാളത്തിലെ ആദ്യത്തെ മാനസികാപഗ്രഥന നാടകമെന്ന് കേസരി ബാലകൃഷ്ണപിള്ള വിശേഷിപ്പിച്ചത്? എൻ കൃഷ്ണപിള്ളയുടെ ബലാബലം എന്ന നാടകത്തെയാണ് മലയാളത്തിലെ ആദ്യത്തെ മാനസികാപഗ്രഥന നാടകമായി വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളും ഓർത്തുവയ്ക്കണം: മരുപ്പച്ച, ഭഗ്നഭവനം, അഴിമുഖത്തേക്ക്, കാളിദാസൻ മുതൽ ONV വരെ, കൈരളിയുടെ കഥ. കേരളത്തിലെ ആദ്യത്തെ ആനുകാലിക പ്രസിദ്ധീകരണമായ രാജ്യസമാചാരത്തിലെ രാജ്യം ഏതാണ്? തിരുക്കൊച്ചിയാണോ, മലബാറാണോ, ആ തരത്തിലൊക്കെയാണ് ഓപ്ഷൻ ഉണ്ടാവുക. പക്ഷെ ശരിയായ ഉത്തരം ദൈവരാജ്യം എന്നാണ് രാജ്യസമാചാരത്തിലെ രാജ്യം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആരോ ഏൽപ്പിക്കുന്ന എഴുത്തുകൾ ഇവിടേക്ക് ഏൽപ്പിക്കുന്ന തപാൽ ശിപായിയാണ് ഞാൻ എന്ന് തൻ്റെ കാവ്യരചന നിയോഗത്തെപ്പറ്റി പറഞ്ഞ കവി ആരാണ്? പി. കുഞ്ഞിരാമൻ നായരാണ് ആരോ ഏൽപ്പിക്കുന്ന കത്തുകൾ ഇവിടേക്ക് ഏൽപ്പിക്കുന്ന തപാൽ ശിപായിയാണ് ഞാൻ എന്ന് അഭിപ്രായപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കൃതികളും ഓർത്തുവയ്ക്കണം: കളിയച്ചൻ, താമരത്തോണി. 3 ആത്മഗ്രന്ഥങ്ങളുണ്ട്: കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി. തകഴിയുടെ ഏത് നോവൽ നിരൂപണം ചെയ്യുമ്പോഴാണ് രൂപഭദ്രത എന്ന പദം മുണ്ടശ്ശേരി ആദ്യമായി ഉപയോഗിക്കുന്നത്? തോട്ടിയുടെ മകൻ എന്ന നോവൽ നിരൂപണം ചെയ്യുമ്പോഴാണ് രൂപഭദ്രത എന്ന പദം ആദ്യമായി മുണ്ടശ്ശേരി ഉപയോഗിക്കുന്നത്. 3 തലമുറകളുടെ ചരിത്രമാണ് തോട്ടിയുടെ മകൻ. ഇശക്കുമുത്തു, ചുടലമുത്തു, മോഹനൻ. ആലപ്പുഴയിലെ നരകതുല്യമായ ജീവിതം നയിക്കുന്ന തോട്ടികളുടെ കഥയാണ് തോട്ടിയുടെ മകൻ എന്ന നോവലിലെ പ്രതിപാദ്യം. മൃത്യുവിനെ നിദ്രതൻ വലിയേട്ടൻ എന്ന് വിശേഷിപ്പിച്ചത് ഏതു കവിയാണ്? നിദ്രതൻ വലിയേട്ടൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് മൃത്യുവിനെ നിദ്രതൻ വലിയേട്ടൻ എന്ന് വിശേഷിപ്പിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. നാരായണഗുരുവിൻ്റെ ഈ വരികൾ ഏതു കവിതയിലാണ് ഉൾപ്പെടുന്നത്? നാരായണഗുരുവിൻ്റെ ജാതി നിർണയം എന്ന കൃതിയിലാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന വരികൾ കാണുക. എം ഗോവിന്ദൻ ഏതു മാസികയുടെ ആദ്യത്തെ എഡിറ്ററായിരുന്നു? വിവേകോദയം എന്ന മാസികയുടെ ആദ്യത്തെ എഡിറ്ററായിരുന്നു എം ഗോവിന്ദൻ. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മഴ എന്ന സിനിമയ്ക്ക് ആധാരമായ കഥ ഏത്? മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന കഥയാണ് മഴ എന്ന സിനിമയ്ക്ക് ആധാരമായത്. നബിയുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ കൃതി ആരുടേത്? സക്രിയയുടെ കൃതിയാണ് നബിയുടെ നാട്ടിൽ. മദ്യപാനം എന്ന സാമൂഹിക വിപത്തിനെതിരെ മഹാകവി ഉള്ളൂർ എഴുതിയ കവിതയുടെ പേരെന്ത്? മദ്യപാനത്തിനെതിരെ ഉള്ളൂർ എഴുതിയ കവിത മൃണാളിനി എന്നതാണ് മദ്യപാനം എന്ന സാമൂഹിക വിപത്തിനെതിരെ മഹാകവി ഉള്ളൂർ രചിച്ച കവിത. ജീവിതം തീ തിന്നൽ അമ്മയ്ക്കയ്യോ, പാവം മക്കൾക്കൊരു മുൾക്കിരീടം. ഏത് കവിതയിലെ വരികൾ? ഓപ്പോൾ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അന്യരനുഭവിച്ചിടുകന്നതേ വരും. ഏത് കവിതയിലെ വരികൾ? അന്ധകാണ്ഡം. അതികഠിനം എന്ന കഥയിലെ പ്രമേയമെന്ത്? അന്തർജനങ്ങളുടെ ദുരിത ജീവിതമാണ് അതികഠിനം എന്ന കഥയിലെ പ്രമേയം. ചിലമ്പുകഴി നോമ്പ് എന്തുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്? ചിലമ്പുകഴി നോമ്പ് വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്.